വൃശ്ചിക വ്രതമൊന്നു കഴിഞ്ഞോട്ടെ, വിവാഹമോതിരമണിഞ്ഞോട്ടെ. ചെത്തുകാരൻ വേലായുധന്റെ മോന് കോലോത്ത തമ്പുരാട്ടിക്കുട്ടിയോട് പ്രേമം നടക്കും നടക്കും. തിരുമേനി വരുന്നുണ്ട്, അവന്റെ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുത്തേക്കണം. തിരുമേനി എന്നെ വിളിപ്പിച്ചെന്ന് കേട്ടു. എരപ്പേ, നിനക്ക് കിട്ടാണ്ടാവടാ എന്റെ മോളെ പ്രേമിച്ചത്. അവന്റെ ഒരു പൂതി. എടോ തമ്പുരാനെ, സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ താൻ ഏത് മാറ്റെടുത്ത തമ്പുരാനെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്താടാ കുട്ടാ നീ പറഞ്ഞത്? താൻ പോടോ നത്തോലി. എടോ തിരുമേനി, തന്റെ മകൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവും. തനിക്ക് എതിർക്കാമെങ്കിൽ അങ്ങോട്ട് എതിർക്ക്. ചെത്തുകാരൻ വേലായന്റെ മകന് തിരുവല്ലം കോവിലത്തുനിന്ന് സംബന്ധം. നിനക്കെന്താടാ ചെത്തുകാരോട് ഇത്ര പുച്ഛം? നീ പുച്ഛിക്കുന്ന വേലായുധന്റെയും പൂർവികരുടെയും വിയർപ്പിന്റെ വില കൂടിയുണ്ട്. നിങ്ങൾ ഭക്ഷിക്കുന്ന അന്നത്തിനും കുടിക്കുന്ന വെള്ളത്തിനും. കൊടുക്കുന്നത് വാങ്ങി ഓച്ചാനിച്ച് നിൽക്കുന്ന വേലായുധന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞടോ തിരുമേനി. തന്റെ ഈ വേരട്ടലൊക്കെ വല്ല പിള്ളേരുടെ അടുത്ത് മതി. എടോ കൈമളെ, ഇവനുള്ള കൊട്ടേഷൻ കൊടുത്തേക്ക്. വച്ചോണ്ടിരിക്കണ്ട മോനെ. പുഷ്പമേ തന്തയ്ക്ക് പറഞ്ഞു പാടാ. പാട്ടികളെ വെട്ടി കീറിക്കളയാൻ. ഭഗവാനെ, പോലീസ്. മോനെ, എന്നാടാ കൂട്ടാ, സ്വന്തം ജാതി പെമ്പിള്ളേർ ഇല്ലാഞ്ഞിട്ടാണോ തമ്പുരാട്ടിക്കുട്ടി കയറി പ്രേമിച്ചേ? കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവൂ. ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട വേലായുധ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പ്രേമം, കൊലപാതകം എല്ലാം കൂടെ ഒരു ജീവപര്യന്തം പ്രതീക്ഷിക്കാലോടാ. ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റൂല എനക്ക്. സാറേ, എന്റെ മോച്ചി. നന്ദി കേട്ടോനെ. ഒന്നുമല്ലേലും നീ നിന്റെ കുടുംബം അവിടത്തെ കുടിയടപ്പാറല്ലായിരുന്നോടാ. സാറേ, വേണ്ട വേണ്ട, മതി. എന്റെ മോൻ. അയ്യോ എന്റെ മോൻ. അയ്യോ, ഞാൻ എന്താ ഈ കാണുന്നേ? അയ്യോ എന്റെ മോൻ. മോനെ, അയ്യോ അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ സാറേ, കൊണ്ടുപോകല്ലേ. ഭവാനി കരയണ്ട. ഭവാനി, ഭവാനി. ആ നശിച്ച തമ്പുരാട്ടി എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്റെ ഭഗവതിയെ. മോളെ വിഷമിക്കാതെ, അച്ഛൻ തിരക്കുന്നു. വാ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിച്ച് നടക്കാനല്ലാതെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ അറിയാ? അതൊക്കെ പഴയ കാലം. എല്ലാം പുരോഗമനമായി പോയില്ലേ, ആരനുസരിക്കാൻ. ഇവരൊക്കെ. ഞാൻ ഇളയച്ചൻ സോമൻ തമ്പുരാൻ, നിലമ്പൂർ എസ്റ്റേറ്റ് ആണ്. ഞാൻ മൂത്ത അമ്മാവൻ മഹേശ്വരൻ തമ്പുരാൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ. ഞാൻ ഇളയമ്മാവൻ ഡോക്ടർ രാജൻ, ലണ്ടനിലാണ്. നമ്മള് സംസാരിച്ചങ്ങ് ഇരുന്നു പോയി. ഇനി കാര്യത്തിലേക്ക് കിടക്കണ്ടേ? കുട്ടിയെ കാണണ്ടേ? യശോദേ, മോളെ വിളിച്ചോളൂ.
വിഷ്ണു, നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ശരി. പറഞ്ഞ പോലെ നിങ്ങൾ അകത്ത് പോയി സംസാരിച്ചോളൂ. ചെല്ലു. വിഷ്ണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 1990 ഓഗസ്റ്റ് 5. ജയശ്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1993 ഡിസംബർ 23 5 PM. 5 PM. എൻ്റെ ജെസ്സി മരിച്ച അതേ ദിവസം, അതേ സമയം. ഇവൾ എൻ്റെ ജെസ്സിയാണോ? ഇവളുടെ അമ്മാവനാകാനാണോ ഈ ജന്മത്തിലെ എൻ്റെ യോഗം? അതോ ഇത് പുനർജന്മമാണോ? എൻ്റെ ജെസ്സിയുടെ പുനർജന്മം. ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു. കൂടുമാറ്റം എന്ന് പറയും. കണക്കിൽ അത്രയ്ക്കൊരു സൂചന കാണുന്നു. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ശർമാജി പറഞ്ഞത് ശരിയായി. ഭദ്രൻ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അമ്മാവ, ജയശ്രീയുടെ അച്ഛനോട് വിവാഹ തീയതി കുറിച്ചു കൊള്ളാൻ പറ. അടുത്ത നല്ല മുഹൂർത്തം നോക്കി നമുക്ക് ഈ വിവാഹം നടത്താല്ലേ? എല്ലാം ഭദ്രന്റെ ഇഷ്ടം പോലെ. അപ്പോ ഗുരുവായൂർ വെച്ച് കല്യാണം. നല്ല മുല്ലപ്പൂവിന്റെ മണം. രാത്രികാലങ്ങളിൽ കാമദേവനെ വിളിച്ചു വരുത്തുന്ന പൂവാണ് മുല്ലപ്പൂ. എന്ത് പറ്റി വിഷ്ണുവേട്ടാ? ഒരു തളർച്ച പോലെ. ഹോസ്പിറ്റലിലെങ്ങാനും പോണോ? അതൊന്നും വേണ്ട, വാ നമുക്ക് എടുക്കാം.